നിങ്ങൾ എന്താ എന്നെ ഇവിടെ പിടിച്ചിരുത്തിക്കുന്നത്? എന്റെ മോനെ ഒന്ന് റിലാക്സ് ആവ്. മോനാ ജിതിനെ നേരത്തെ അവിടെ ഇരുന്നേ ആരെയാണ് ഫോണിൽ വിളിച്ചോണ്ടിരുന്നത്? അതൊക്കെ എന്തിനാ നിങ്ങൾ അറിയുന്നത്? അളിയ എന്താ അതന്നെ ഇങ്ങനെ ചൂടാവല്ല ജിതിനെ, ഒന്ന് റിലാക്സ് ആവ്. എന്നിട്ട് പറ, എന്താണ് ജിതിന്റെ പ്രശ്നം? എന്താ നിങ്ങളുടെ പ്രശ്നം? വീട്ടുകാരായിട്ടൊക്കെ നല്ല ഉടക്കിലാണല്ലേ. സ്ഥിരമായിട്ട് ജോലിയും വരുമാനമൊന്നുമില്ലെങ്കിൽ ഏത് വീട്ടുകാരെ വഴക്കുണ്ടാക്കാണ്ടിരിക്കുക? അപ്പൊ മോന് കാര്യങ്ങളൊക്കെ അറിയാം. മോനെ, ഈ പ്രായത്തിലുള്ള എല്ലാ പിള്ളേരും അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമാണിത്. മോനൊരു ജോലിയൊക്കെ കിട്ടിക്കഴിയുമ്പോഴേ വീട്ടുകാരുടെ ദേഷ്യമൊക്കെ അങ്ങ് മാറും. അത് തന്നെ, ജിതിനെ വീട്ടുകാർക്ക് ഭയങ്കര ഇഷ്ടമുള്ളത് കൊണ്ടല്ലേ വീട്ടുകാർ ഓരോന്നൊക്കെ പറയുന്നേ. ഈ നിസ്സാര കാര്യത്തിനാണ് ഇങ്ങനെ ഡെസ്പ് അടിച്ചിരിക്കുന്നത്. ഒരു കിഴങ്ങൻ എന്റെ അനിയനാ, ജോലിയില്ല, കൂലിയില്ല, ക്ലാസ്സിൽ പോവില്ല, കോളേജിൽ പോവില്ല, അറ്റൻഡൻസ് ഇല്ല, ഒരു തേങ്ങയില്ല. പിന്നെ നാണവും മാനം പണ്ടേ ഇല്ലാത്തത് കൊണ്ട് വീട്ടുകാരും നാട്ടുകാരും എന്ത് പറഞ്ഞാലും എന്റെ ചെറുക്കന് ഒരു കുഴപ്പമില്ല. പിന്നെ എന്നെ ഓസിയാണ് ഇവൻ ജീവിക്കണത്, പക്ഷെ ഞാനത് പുറത്തു പറയാറില്ല കേട്ടോ. എന്റെ ചേട്ടൻ ഇങ്ങനെ ഒരു ജന്മമായി പോയി, പാവം. വിളിച്ചാൻ പറയാം കേട്ടാ. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ആ പുള്ളിയുടെ സംസാരിച്ചിരിക്കണം. അല്ല എന്റെ കയറാൻ പറ്റില്ല കേട്ടല്ലേ. ഞാനൊരു ഉപമ പറഞ്ഞതാ. അനിയാ, ജീവിതമാവുമ്പം ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ഈ ചെറിയ പ്രശ്നത്തിന് ജീവിതം അവസാനിപ്പിക്കണമെന്നൊക്കെ വെച്ചാ അതൊരു ബാലിഷ്യമായിട്ടുള്ള തീരുമാനമല്ലേ? ജോലിക്ക് പോകത്തതിന് വഴക്ക് പറയുന്നത് പോട്ടെ, പക്ഷെ അവളെ കല്യാണം കഴിക്കാൻ എന്റെ വീട്ടുകാർ സമ്മതിക്കില്ല എന്ന് വെച്ചാ അപ്പൊ അതാണ് കാര്യം. എന്റെ വീട്ടുകാർ മാത്രല്ല അവളുടെ വീട്ടുകാരൊന്നും സമ്മതിക്കുന്നില്ല. എന്നാ പിന്നെ രജിസ്റ്റർ മാരേജ് ചെയ്തൂടെ? കറക്റ്റല്ലേ? കറക്റ്റല്ലേ? കറക്റ്റാണോ? കറക്റ്റല്ലേ? എന്നാ പിന്നെ എവള് പറഞ്ഞ പോലെ പോയി രജിസ്റ്റർ ചെയ്ത് വിടായിരുന്നു. അതിന് അവള് സമ്മതിക്കണ്ടേ? അവൾക്ക് തന്നെ വേണ്ടാന്ന് വെച്ചാ അതാ അടക്കും. മനസ്സിലാണോ കേട്ടോ? പക്ഷേ നീ ജിതിനെ ആർക്ക് വേണ്ടെങ്കിലും ജിതിനെ വേണ്ട. ജിതിനെ എനിക്കെന്നെ വേണ്ട. അല്ല ജിതിനെ ഇപ്പൊ എത്ര വയസ്സായി കാണും? ഒരു 10-22. 22? താങ്ക എങ്ങനെ ഒരു 25 മോളി പറയും? അളയാ, ക്വാളിഫിക്കേഷൻ എന്തുണ്ട്? എന്തൊരു പഠിച്ചു? ബികോം. ബികോം? ടെസ്റ്റ് ഒന്നും എഴുതിയില്ലേ? എന്ത് ടെസ്റ്റ്? PSC ടെസ്റ്റ്. എനിക്ക് ഗവൺമെന്റ് ജോലിയൊന്നും ഇഷ്ടമല്ല. എന്നാ പിന്നെ മോന് വെളിയിലോട്ട് എവിടെയോട്ടെങ്കിലും പൊക്കൂടായോ? നാട് വിട്ട് പോകാൻ താല്പര്യമില്ല. എങ്കിൽ ഇവിടെ എന്തെങ്കിലും പ്രൈവറ്റ് ജോലി ചെയ്തൂടെ? അടിമപ്പണി ചെയ്യാനൊന്നും എന്നെ കിട്ടില്ല. ചേട്ടാ, ഇത് മരിക്കുന്നത് തന്നെ നല്ലത്. ജോലി ചെയ്യാനൊന്നും വയ്യ. കേട്ടോ. ഓ, പറഞ്ഞു വരുമ്പോ ജിതിന് ജോലിക്ക് പോകാനൊന്നും വയ്യ. അപ്പൊ പിന്നെ ജിതിൻ സ്നേഹിക്കുന്ന പെണ്ണ് എന്ത് വിശ്വസിച്ച് ജിതിന്റെ കൂടെ ഇറങ്ങി വരും? അത് ചേച്ചി പറഞ്ഞത് കറക്റ്റാ. ഞാനായിരുന്നെങ്കിൽ ഇങ്ങനത്തെ ഉള്ളവരുടെ കൂടെ ഞാൻ ഒരിക്കലും പോത്തില്ല. എന്റെ പൊന്നു കേശു, ഒന്ന് വിളിച്ചോണ്ട് പോ. എനിക്ക് അത്രേ ക്ഷമയില്ല അമ്മൂമ്മ. മോൻ ഈ പറയുന്ന ഒന്നും ശരിയുള്ള കാര്യമല്ല. മോൻ ആരാണെന്നോ എന്താണെന്നോ ഒന്നും ഞങ്ങൾക്ക് അറിയത്തില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഇവിടുത്തെ പിള്ളേർ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ അതിനകത്ത് ആത്മാർത്ഥമായിട്ട് ഇടപെടും. ദേ, മോൻ്റെ അമ്മൂമ്മ പറയുന്നതാണെന്ന് വിചാരിച്ചാൽ മതി. മോൻ ആദ്യം എവിടെയെങ്കിലും ഒരു ജോലി സംഘടിപ്പിക്കും. നിങ്ങൾ എന്നെ ഇവരുടെയൊക്കെ ഉപദേശം കേൾപ്പിക്കാൻ കൊണ്ടുവന്നാണോ? ഞാൻ ആകെ ഡിസ്റ്റർബ്ഡ് ആണ്. എന്നെ ഇനി ഇങ്ങനെ ടോർച്ചർ ചെയ്ത എന്റെ ജീവിതം ഇവിടെ തന്നെ അവസാനിപ്പിക്കും. അളിയ വേണ്ട, വെറുതെ എന്തിനാ പ്രഷർ കയറ്റുന്ന? എന്തിനാ? കണക്ക് കണക്ക് ഇവിടെ ഇരുന്നോ സമാധാനമായിട്ടിരുന്നോ. നമ്മൾ ആരും ഡിസ്റ്റർബ് ചെയ്യില്ല. മോൻ അവിടെ ഇരിക്കേ. അളിയ അറിയാവുള്ള പറഞ്ഞേ. അതെ, ഇനിയിപ്പോളേ നമ്മളെല്ലാവരോടും ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ശരിയാവില്ല. അതുകൊണ്ട് ഞാൻ അങ്ങ് പോയേക്കാം. അല്ല, നിങ്ങൾ ലേഡീസ് ഇത് ഹാൻഡിൽ ചെയ്യുന്നതാണ് നല്ലത്. എന്റെ പൊന്നിയേച്ചി, അവൻ കിളി പറഞ്ഞവൻ ആ കാവറയ്ക്ക് വല്ല കാവറക്കത്തരം കാണിച്ചു കഴിഞ്ഞാലേ പോലീസ് വരുമ്പോൾ ഇവിടെ ആന്തരിയായിട്ട് എടുത്തുണ്ടെങ്കിൽ ആദ്യം എന്നെ തൂക്കുള്ളൂ. ഞാൻ ഇല്ലെങ്കിൽ പിന്നെ നിങ്ങൾ സേഫാ.
അപ്പം ഞാൻ പോവാം. പാറു മക്കളെ ഒരു കാര്യം ചെയ്യണം, നീ പോയിട്ട് എന്റെ വണ്ടിയുടെ ചാവി ഇങ്ങ് എടുത്തിട്ട് പോ. ഞാൻ ഇതുവഴി കറങ്ങി ഫ്രണ്ടിൽ പോയിട്ട് വണ്ടി എടുത്ത് ഞാൻ അങ്ങ് പൊക്കോളാം. ഓക്കെ ബൈ. ചേട്ടാ ഞാനും ഉണ്ടേ. അങ്ങോട്ട് എനിക്ക് പണ്ട് തൊട്ടേ പോലീസിനെ പേടിയാ. നമുക്ക് പടവലത്ത് പോവാം. പോവാൻ പടൽ എന്തിന്റെ എവരെടുത്ത് പറയുന്നേ? എവര് പോലീസ് വരുമ്പോ പറഞ്ഞു കൊടുത്താലാ? നമ്മളെ പടവലത്തോട്ടല്ലേ പോകുന്നത്. ഓക്കെ യേശേ എടാ അങ്ങനെ പോയെങ്ങനെ ശരിയാവൂടാ? എടാ നീ അല്ലാടെ ഇങ്ങോട്ട് വിളിച്ചോണ്ടോന്നാ അങ്ങനെ? ഞാനാ എറിഞ്ഞിടും കേട്ടോ ഞാൻ. അല്ല പിന്നെ ഞാൻ അങ്ങനെ വിളിച്ചോണ്ടോന്നു? അമ്മായി കുറെ നേരോട്ട് നൈസിൽ എന്റെ തലക്ക് അടിക്കാൻ നോക്കുന്നുണ്ട്. അങ്ങനെ അമ്മ സത്യാരിവനാണ് വിളിച്ചോണ്ടോന്ന്? എന്റെ പൊന്നമ്മൂമ്മ എല്ലാം ഈ അമ്മായിയുടെ ഭാഗത്താണ് തെറ്റ്. അമ്മായി നൈസിൽ കൂട്ടുപ്രതിയാക്കാൻ നോക്കല്ലേ. എന്റെ അമ്മായി എന്ന് ശാർക്കര പോയിട്ട് വന്നാൽ ഓരോ വള്ളിയും പിടിച്ചോണ്ടാണല്ലോ വന്നത്. ഞാനാണെങ്കിൽ ഇന്ന് രാവിലെ കുഴിപ്പുറത്ത് പോയി കൊച്ചിനെ എടുത്തോണ്ട് വരാന്ന് വിചാരിച്ചതാ. എന്റെ ഗൗരി, നീ ഒരു പരിചയമില്ലാത്ത ഒരുത്തനെ പിടിച്ചോണ്ട് പിന്നെ ഇങ്ങോട്ട് വന്നത്? എന്തോന്ന് നിങ്ങൾ ഈ പറയണ? നിങ്ങൾ എന്തെങ്കിലും വള്ളി പിടിച്ചോണ്ട് വരുമ്പോ നിങ്ങൾ അവിടെ നിക്കണല്ലേ? ഞാൻ ഇപ്പൊ എനിക്ക് പറ്റിയപ്പോ അത് വലിയ തെറ്റായി പോയി. തെറ്റന്നെയാ, വലിയ തെറ്റ അമ്മായി പ്രാവശ്യം ചെയ്തത്. എന്തോന്ന് ലച്ചു? ലച്ചുവാ? ഏത് ലച്ചു? അതിന് ഗൗരി ലച്ചു നമ്മൾ യാതൊരു ബന്ധമില്ലല്ലോ. കൊള്ളാടെ, എനിക്കൊരു അബദ്ധം പറ്റിയപ്പോ ആരും ഇല്ല. ഞാൻ പിടിച്ച വള്ളിയാണല്ലോ, എനിക്കറിയാം എങ്ങനെ ഡീൽ ചെയ്യണമെന്ന്. അല്ലെങ്കിലും ഗൗരിക്ക് ആരും ഇല്ലല്ലോ. ഒറ്റ മനുഷ്യൻ എന്റെ കൂടെ വരരുത്, ഞാൻ ഡീൽ ചെയ്തോളാം. കണ്ടാ എല്ലാരും നിക്കണ കണ്ടാ? അല്ലെങ്കിൽ എനിക്കൊരു അബദ്ധം പറ്റി, എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം. ചെയ്യൂല. ഇതാദ്യമായിട്ടൊന്നും അല്ലല്ലോ അബദ്ധം പറ്റുന്നേ. അമ്മാ നീ അമ്മ കുമ്മാന്ന് വിളിച്ചോണ്ടിരിക്കാതെ അവിടെ ചെന്ന് നോക്കി നോക്ക്. അപ്പ കാണുന്ന കാഴ്ച ആ ചേട്ടൻ ഫാനുമേലെ ആവശ്യം പറഞ്ഞിട്ടല്ലോ മേടിക്കുന്ന എന്നെ. അതിർത്തിയില് സർവേ കല്ല് നിക്കുന്ന പോലെ നിക്കാതെ എന്തെങ്കിലൊക്കെ ഒന്ന് പോയി ചെയ്യ്. ഞാൻ ചെയ്യാം. ഞാൻ ഒരു കാര്യം പറയാം, നിങ്ങൾ ആരും എന്റെ കൂടെ നിന്നില്ലെങ്കിൽ സത്യമായിട്ട് ഞാൻ ഇപ്പൊ ശാർക്കരയ്ക്ക് അങ്ങ് പോകും. പിന്നെ നിങ്ങളെ വീടാണല്ലോ, അവൻ ഇവിടെ വെച്ച് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾ അതങ്ങ് ഏറ്റെടുത്തോളണം. ആ ഇപ്പൊ ഗൗരിക്ക് ശാർക്കര കുടുംബം ഒക്കെ ആയി. കൊള്ളാം. ഓ കൊള്ളാം കൊള്ളാം, നന്നായിട്ടുണ്ട്. കൊള്ളാം. ഒരു കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ. കേശുവേ മോനെ, ചേച്ചിനെ അറിയാലോ? അറിയാം, നന്നായിട്ട് അറിയാം. ചേച്ചിക്ക് ഒരു കുടുംബവും കുട്ടിയൊക്കെ ഉള്ളതാ. അതുകൊണ്ടേ ഞാൻ അറിയണോ? എനിക്ക് എരയാവണമെന്ന് ഞാൻ പറയുന്നില്ല. പൊന്നുമോൻ ആ ചെറുക്കൻ്റെ അടുത്ത് പോയിട്ട് ദേഷ്യപ്പെടാതെ വളരെ സൗമ്യമായ ഭാഷയിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി എങ്ങനെയെങ്കിലും ഈ കുടുംബത്തിൽ നിന്ന് പുറത്ത്